കിടന്നു കഴിഞ്ഞപ്പം മോന് ലൈറ്റ് പോയപ്പോൾ മോൻ വന്ന് കയ്യെ പിടിച്ചു ഇറങ്ങി ഓടി വാന്നും പറഞ്ഞ്. അപ്പം നോക്കുമ്പം നമ്മളപ്പുറം വാടകയ്ക്ക് കൊടുത്തിരിക്കണം. അതാണ് കത്ത് പിടിച്ചത്. ഈ ലൈനിൽ തന്നെ ഇതില്ലേ, ഇതിന്റെ തൊട്ടപ്പുറം വർക്ക്ഷോപ്പ്, അതിന്റെ അപ്പുറം വീട്. പുറത്തേക്ക് വലിച്ചോണ്ട് പോകുന്നു അങ്ങനെ ഇങ്ങോട്ട്. ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി. എന്നിട്ട് അപ്പോഴത്തേക്ക് ആളി കത്തി. പിന്നെ ഇവർ പോയിട്ട് അതിന് ഫർണിച്ചറുകളും കാര്യങ്ങളും ഒക്കെ ഗുരുവായൂരപ്പനെയും വിളിച്ചാൽ പോകുന്നത്. അതുകൊണ്ട് വീടിനകത്തൊന്നും സംഭവിച്ചില്ല. പുറകുവശത്തൊരു ഗ്ലാസ് മാത്രം പൊട്ടിയതുള്ളെന്ന് അവർ പറഞ്ഞു. ബാക്കി ഒന്നും വീടിനൊന്നും പറ്റിയില്ല. ഭഗവാനെ ഏൽപ്പിച്ചിട്ട് പോകുന്നു കാത്തോളാനും. അതുകൊണ്ട് ഭഗവാൻ കാത്തതാണ്. ഭയങ്കര ചെയ്യും. എൻ്റെ ഒപ്പം പൊട്ടിത്തെറിക്കായിരുന്നു. നമ്മൾ ഒരു ഇതായിപ്പോയി. ഇയാൾക്ക് വാടകയ്ക്ക് കൊടുത്തേക്കണാണത് ആ പറമ്പ്. ഇയാളുടെ സാധനങ്ങൾ മുഴുവനും അവിടെ ബഡ്ജ് ചെയ്യാണ്. അതിനാണ് വർഷം തുടങ്ങിയിട്ട് 25 വർഷത്തോളമായി. നേരത്തെ അപ്പുറത്തായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റാം. ഇവിടെ സ്വന്തം സ്ഥലം, 8 സെന്റ് സ്ഥലം. ആ അമ്മയുടെ കണ്ണുകളിലുണ്ട് എന്തും വേണ്ടി ഭയമുണ്ടായിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഗുരുവായൂരപ്പൻ രക്ഷിച്ചു എന്നാണ് അമ്മ പറയുന്നത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം തീ ആളി കത്തുന്നുണ്ട് എന്നുള്ളത്. അപ്പം അവരുടെ ആ ഒരു സാഹചര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. രാവിലെ പുലർച്ചെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നു, എന്ത് സംഭവിക്കും എന്നുള്ള വലിയൊരു ആശങ്ക അവർക്കുണ്ട്.